ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി കുറച്ച് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. വെളുത്തുള്ളി ഇഞ്ചിയും ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യാം. അതെല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല, ഒരു ഗ്ലാസ് കടല വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നത് തേങ്ങയും 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ മുളക് പൊടി, അതൊക്കെ നന്നായി അരച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ അതിൽ കാച്ചൊഴിക്കാനായിട്ട് ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ നമ്മൾ കടലക്കറി വളരെ എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മുടെ ഇടിയപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പമാണ്. ഇത് ഞങ്ങൾ പൊടി പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല, പച്ചരി മില്ലിൽ നിന്ന് പൊടിച്ചിട്ട് ഇവിടെ വന്നിട്ട് വറുത്തിട്ട് ഉണ്ടാക്കിയതാണ്. വീട്ടിൽ നിന്ന് തന്നെ വറുത്തെടുത്ത പൊടിയാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റിൽ പറയണേ.